എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 3 പേരും കൂടി സ്കാൻസണിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സ്കാൻസൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്ന് തന്നെ നമ്മളൊരു ട്രാം എടുത്തിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ട്രാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇതൊക്കെ സ്കാൻസണിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ, മോസ്റ്റ് ഓഫ് ദം. പിന്നെ അങ്ങനെ നമ്മൾ പോയി പകുതി സിറ്റിയുടെ അടുത്തൊക്കെ എത്തിയപ്പോൾ അവിടുന്ന് സ്റ്റോക്ക്ഹോമിൻ്റെ പാലസിൽ നിന്നും ഇതുപോലൊരു ഹോഴ്സ് പരേഡ് ഇതുവരെ വരുന്ന കണ്ടു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫൈനലി സ്കാൻസൺ എത്തി. വർഷത്തിൽ 1-2 തവണ സ്കാൻസൺ ഫ്രീ ആയിട്ട് എൻട്രൻസ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്, ഒരു 280 ക്രോൺസ് ഒക്കെ വരും. 1 ടൈം പാസ്സായിട്ടും പിന്നെ ആനുവൽ പാസ്സായിട്ട് 380 ക്രോൺസിൻ്റെ നമുക്ക് എടുക്കാം. ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ ആ വർഷം ഫുൾ നമുക്ക് ആ ഒരു റേറ്റിൽ പോകാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ ഫ്രീ എൻട്രൻസ് ആയിരുന്നു. കൂപ്പിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മതിയായിരുന്നു. എൻട്രൻസ് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ആ സ്കാൻസൻ്റെ ഒരു മാപ്പ് പോലെ അവിടെ നമുക്ക് കാണാൻ പറ്റും. സ്കാൻസൺ എന്ന് പറയുന്നത് ഒരു വലിയ ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലമാണ്. ഇത് ആക്ച്വലി എന്താ പറയുക, ഓരോ സെക്ഷനിൽ അതായത് ഫാം ഉണ്ട്, അതായത് ഒരു ഫാം ഹൗസസ് ഉണ്ട്, ഒരുപാട് ഫാം ഹൗസ് ഉണ്ട്. പിന്നെ ആനിമൽസ് ഉണ്ട്. ആനിമൽ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. വൈൽഡ് ആനിമൽസും നോർഡിക് വൈൽഡ് ആനിമൽസും ഉണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബാൾട്ടിക് സീ സെൻറ്ററിലോട്ടാണ് പോയത്. അതായത് സീ അക്വേറിയം, അതായത് ജെല്ലി ഫിഷും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാൾട്ടിക് സീ സെൻറ്റർ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ സ്കാൻസൺ ചൂസ് ചെയ്ത് തന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോന്ന് കാണുമ്പോഴും. അപ്പോൾ അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ അവരൊരു ഗ്ലാസ്സിൽ ജെല്ലി ഫിഷിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്രയും അടുത്ത് ജെല്ലി ഫിഷിനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എന്താ പറയുക, മോൾക്കാണ് ഞങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഓപ്പൺ എയർ മ്യൂസിയം ആണ് കേട്ടോ. 1891 ഇത് ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പിന്നെ കൊറോണ ടൈമിലൊക്കെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ റീ ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ ആക്ച്വലി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഇവിടെ ഡൊമസ്റ്റിക് ആനിമൽസും ഉണ്ട്, വൈൽഡ് നോർഡിക് ആനിമൽസും ഉണ്ട്. അതായത് പശുക്കുട്ടിയുണ്ട്, പശുവുണ്ട്, ചെമ്മരിയാട്, ആട്, അതിൻ്റെ കുട്ടികൾ, കുരങ്ങൻ, അങ്ങനെ ഒരുപാട് ആനിമൽസ് ഇവിടെ ഉണ്ട്. അതുപോലെ ബെയർ ഉണ്ട്, മൂസ് ഉണ്ട്, അതൊക്കെ വേറെ സെക്ഷനിലാണ്. അപ്പോൾ ഓൾഡ് ഒരു ഫാം ഹൗസും പിന്നെ അതിന് പണ്ട് കാലങ്ങളിൽ ഇവർ ഫാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും, പിന്നെ ഓൾഡ് ഫാം ഹൗസ്, ഇതൊക്കെയാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. നമ്മൾക്ക് ആ ഒരു ഫാം ഹൗസിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ ആ ഒരു മണം നമുക്ക് അടിക്കും കേട്ടോ. ഭയങ്കര ഒരു മണമാണ് വൈക്കോലിൻ്റെയും, അങ്ങനെ ആ ഒരു പ്രത്യേക മണമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ. പിന്നെ കുതിരകൾ ഒരുപാടുണ്ട്, കുട്ടികൾക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സീ ലയണൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതും ഇതുപോലെ ഒരു ഓൾഡ് ഫാം ഹൗസാണ്. അന്ന് കാലത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ടൂൾസും പിന്നെ പാത്രങ്ങളും ഒക്കെയാണ്. ഇനി ഇവിടെ പന്നിക്കുട്ടികളുണ്ട്, കുഞ്ഞു പന്നിക്കുട്ടികളുണ്ട്, വലിയതുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഭൂമിക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ടത്.
ക്രിസ്മസിൻ്റെ സമയത്തും സ്കാൻസണിൽ ആൾക്കാർ കൂടുതലായിട്ട് വരും. കാരണം ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഫേമസ് ആണ്. ഇപ്പോൾ ഈ അടച്ചിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ക്രിസ്മസിൽ ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോഴും കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഷോപ്സ് ഉണ്ട്. പക്ഷെ അത് എന്താ പറയുക, കുറച്ച് ജ്വല്ലറീസും പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ്സ് പോലുള്ള കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ ഐസ്ക്രീം ഷോപ്സ് അങ്ങനെയുള്ള കുറച്ച് കടകളുണ്ട്. പക്ഷേ ക്രിസ്മസിനാണ് ആക്ച്വലി ഇതൊരു ക്രിസ്മസ് മാർക്കറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ആ ടൈമിലും സ്കാൻസൺ ഭയങ്കര ആക്റ്റീവാണ്. ഈ വീടിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടില്ലേ, എന്താ പറയുക, പക്കാ ഓൾഡ് ഫാം ഹൗസ് പോലത്തെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ തോന്നും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് സീ ലയണാണ് കേട്ടോ. ആക്ച്വലി അതിനകത്ത് ഈ പറഞ്ഞ ഒരു പോണ്ടിനകത്ത് ഇഷ്ടംപോലെ സീ ലയൺസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് കണ്ടു, എനിക്കത് വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു ഹോഴ്സ് ഫാമാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു അതായത് ഒരു കരടീൻ്റെ ഒരു കേവിലോട്ടാണ്. അപ്പോൾ ഇവിടെ കരടിയും ഉണ്ട്, മൂസും ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇത് സ്കാൻസണിൻ്റെ ഏറ്റവും അറ്റത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റും പിന്നെ ഈ ഒരു ഹട്ട് പോലത്തെ സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതെന്തോ പഴയ ആർക്കിടെക്ചറും പഴയ എന്തോ ഒരു ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. വ്യൂ പോയിന്റ് ആയിട്ടാണ് ഇതിൽ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഇതാണ് താഴോട്ട് കാണുന്ന വ്യൂ. നമുക്ക് സ്റ്റോക്ക്ഹോം സിറ്റിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ സ്കാൻസണിൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ടാറ്റാ.